രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അങ്ങനെ തപസ്വിയായിരിക്കുന്ന രാമനാണങ്ങ് എന്ന് മാത്രമല്ല അങ്ങ് ആത്മജ്ഞാനിയുമാണ്. അങ്ങനെയുള്ള അങ്ങ് ഈ അവസരത്തില് ക്രോധിച്ച് രാമനോട് ഇങ്ങനെ പുറപ്പെടാൻ എന്താണ് കാരണം? അല്ലയോ മഹാത്മാവേ, അങ്ങ് ചെയ്യേണ്ടത് എന്റെ പുത്രന്മാരായിരിക്കുന്ന ബാലന്മാർക്ക് അഭയം നൽകുകയാണ്. ബാലാനാം മമ പുത്രാണാം, എന്റെ മക്കൾ രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ബാലകന്മാരാണ്. അവർക്ക് അഭയമാണ് അങ്ങ് നൽകേണ്ടത്. അങ്ങാണ് അവരെ രക്ഷിക്കേണ്ടത്. അങ്ങ് ഭയമില്ലായ്മ എന്നുള്ള അവസ്ഥയെ അവർക്ക് നൽകണം. അങ്ങയോട് എതിർക്കുവാനുള്ള ശേഷി അവർക്കില്ല. അവർ ബാലന്മാരാണ്. അങ്ങ് മഹാതപസ്വി, ബ്രഹ്മജ്ഞാനി, ലോകം കണ്ട വലിയ യോദ്ധാവ്. ഇതൊക്കെയാണങ്ങ്. അങ്ങയോട് എങ്ങനെയാണ് എന്റെ ഈ കൊച്ചു കുട്ടികൾ യുദ്ധം ചെയ്യുക? അവർ ബാലകന്മാർ, അവർക്ക് അതിനുള്ളതായ ശേഷിയായിട്ടില്ല. അതുകൊണ്ട് അങ്ങ് ബാലകനായിരിക്കുന്ന രാമനോട് ക്രോധിക്കരുതേ എന്ന് ദശരഥന്റെ അഭ്യർത്ഥന. ഭാർഗവാണാം കുലേജാത, അങ്ങയുടെ വംശത്തിന്റെ മഹിമയും അങ്ങ് ഓർക്കണം. ഭൃഗുവിന്റെ വംശത്തിൽ പിറന്നയാളാണ് അങ്ങ്. കഠിനമായ തപസ്സിന് ഉടമയാണ് ഭൃഗു. അദ്ദേഹത്തിന്റെ ആ മാഹാത്മ്യം അദ്ദേഹത്തിന്റെ പരമ്പരയ്ക്കെല്ലാമുണ്ട്. അങ്ങയുടെ പിതാവായിരിക്കുന്ന ജമദഗ്നിക്കും അതേ മഹാത്മ്യമുണ്ട്. നിശ്ചയമായിട്ടും ആ മഹാത്മ്യം അങ്ങയ്ക്കുമുണ്ട്. അങ്ങനെയുള്ളതായ വംശത്തിന്റെ ശ്രേയസ്കരമായ പാരമ്പര്യത്തെ അങ്ങ് പരിപൂർണമായിട്ടും നിലനിർത്തണം. കാരുണ്യം ചൊരിയുന്നതാണ് അങ്ങയുടെ അച്ഛന്റെയും മുത്തച്ഛന്റെയും എല്ലാം രീതി. അങ്ങ് അതേ പ്രകാരത്തിൽ എന്റെ കുഞ്ഞുങ്ങളില് കാരുണ്യം ചൊരിയണം. സ്വാധ്യായ വ്രതശാലീനാം, എപ്പോഴും സ്വാധ്യായം ചെയ്യുന്നവരാണ് ഭൃഗുവും അദ്ദേഹത്തിന്റെ പരമ്പരയും. സ്വാധ്യായം, വേദപാഠം, അംഗങ്ങളോടൊപ്പം വേദം പഠിക്കുക, ആ വേദത്തെ ലോകനന്മയ്ക്കായിട്ട് വിനിയോഗിക്കുക. അങ്ങനെ സ്വാധ്യായം, വിനയോ സ്വാധ്യായം ചെയ്യുക മാത്രമല്ല, വിവിധ പ്രകാരത്തിലുള്ളതായ യജ്ഞഹോമാദികൾ, വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുക. ഇത് തന്നെ വ്രതമായി സ്വീകരിക്കുക. അങ്ങനെയുള്ള പാരമ്പര്യമാണ് അങ്ങയുടേത്. പോരാത്തതിന് അങ്ങൊരു പ്രതിജ്ഞയും ചെയ്തിട്ടുണ്ടല്ലോ. സഹസ്രാക്ഷേ പ്രതിജ്ഞായ ശസ്ത്രം പ്രക്ഷിപ്തവാനസി. അങ്ങ് ആയുധം ഉപേക്ഷിച്ചവനാണ്. എപ്പോൾ അങ്ങ് ഒരു പ്രതിജ്ഞ ചെയ്തപ്പോ ആ പ്രതിജ്ഞ ആരോടാ ചെയ്തത്? സഹസ്രാക്ഷനോട്, ദേവേന്ദ്രനോട്. അങ്ങ് ക്ഷത്രിയന്മാരെ മുഴുവൻ 21 വട്ടം സംഹരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി ദേവേന്ദ്രന്റെ നേതൃത്വത്തില് അങ്ങയുടെ സമീപത്ത് വന്നിട്ട് അങ്ങയോട് പ്രാർത്ഥിച്ചു കോപത്തെ ഉപസംഹരിക്കാൻ. അന്ന് അങ്ങ് ഇന്ദ്രൻ അഭ്യർത്ഥിച്ചതനുസരിച്ച് ക്രോധത്തെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് ഇനി യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആയുധം കളഞ്ഞയാളാണ്. അങ്ങനെയുള്ള അങ്ങ് ഇതാ ആയുധവും എടുത്തുകൊണ്ട് രാമനെ വെല്ലുവിളിക്കുന്നു. ഈ വില്ല് നീ കുലച്ചാൽ നിനക്ക് ഞാൻ ദ്വന്ദ്വയുദ്ധം ദാനം ചെയ്യാം എന്ന് വെല്ലുവിളിക്കുന്നു. അതുകൊണ്ട് അല്ലയോ മഹാത്മാവേ, അങ്ങ് ശാന്തതയെ കൈക്കൊണ്ടാലും അങ്ങ് രാമനെ സംഹരിച്ചാൽ എന്ത് സംഭവിക്കുന്ന അറിയോ?
ഈ ഇക്ഷ്വാകു വംശത്തിൽ പിന്നെ ആരും ജീവനോടുകൂടിയിരിക്കില്ല. രാമൻ ഒരാൾ കൊല്ലപ്പെട്ടാൽ മതി, എല്ലാവരും ആ ദുഃഖത്താൽ കൊല്ലപ്പെട്ടു പോകും, മരിച്ചു പോകും. അങ്ങനെ വംശത്തെ മുഴുവൻ സംഹരിക്കുക എന്നുള്ള ക്രൂരകർമ്മത്തിലേക്കാണ് അങ്ങിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. അതിൽ നിന്നിട്ട് അങ്ങ് പിൻവാങ്ങിയാലും ദശരഥൻ വളരെയേറെ വിനയത്തോടുകൂടിയിട്ട്, ഭയത്തോടുകൂടിയിട്ട്, തൊഴുകയോടുകൂടിയിട്ട് ജമദഗ്നിയോട്, ജമദഗ്നിയുടെ പുത്രനായിരിക്കുന്ന പരശുരാമനോട് ഇങ്ങനെ പറഞ്ഞപ്പോ ജമദഗ്നി പ്രതാപവാൻ, ആ ജമദഗ്നിയൻ പരശുരാമൻ, വളരെ പ്രതാപിയായിരിക്കുന്ന പരശുരാമൻ, ക്രോധത്തിൽ അദ്ദേഹം ജ്വലിക്കുകയാണിപ്പോ. അങ്ങനെയുള്ള പരശുരാമൻ, ഈ ലോകത്തിൽ ആരെയും പരാജയപ്പെടുത്തുവാനുള്ള ശേഷി തനിക്കുണ്ട് എന്ന് ഉറപ്പുള്ള പരശുരാമൻ, അത് ലോകത്തിന്റെ മുന്നില് തെളിയിച്ചിട്ടുള്ള പരശുരാമൻ, അനാദൃത്യതു തതു വാക്യം, ദശരഥന്റെ ആ വാക്കുകളെ, സന്തോപൂർണമായ വാക്കുകളെ, ആ അഭ്യർത്ഥനകളെ ആദരിച്ചതേയില്ല, കേട്ടമട്ട് കാണിച്ചില്ല. അതിനെ സമ്പൂർണമായിട്ടും തള്ളിക്കളഞ്ഞു, ധിക്കരിച്ചിട്ട് രാമമേവ അഭ്യഭാഷത, രാമനോട് തന്നെ, ആ ബാലകനോട് തന്നെ പറഞ്ഞു, അല്ലയോ രാമ, ഇമേ ദ്വേ ധനുഷി ശ്രേഷ്ഠേ ദിവ്യേ ലോകാഭിപൂജിതേ ദൃഢേ ബലവതി മുഖ്യേ സുകൃതേ വിശ്വകർമ്മണ. 2 വില്ലുകളുണ്ട്. അത് ഇവ രണ്ടുമാണ്. ഒന്ന് നീ നേരത്തെ കണ്ടു, ഒന്ന് ഇതാ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ വില്ല് നിർമ്മിച്ചത് ആരെന്നറിയോ? സകല പ്രപഞ്ചത്തെയും നിർമ്മിക്കുന്ന കാര്യത്തില് അങ്ങേയറ്റം സമർത്ഥനായിരിക്കുന്ന വിശ്വകർമാവാണ്. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ 2 വില്ലുകളും നിർമ്മിച്ചത്. അത് രണ്ടും ദൃഢമാണ്, ബലവതിയാണ്, ബലത്തോടു കൂടിയതാണ്, വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളും പൂജിക്കുന്നവയാണ്, അങ്ങേയറ്റം ശ്രേഷ്ഠവുമാണ്. അങ്ങനെയുള്ള ഈ 2 വില്ലുകൾ ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്ന് അറിഞ്ഞുകൊള്ളണം. അതിൽ ഒരു വില്ല് ദേവന്മാര് ആർക്ക് നൽകി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുസൃഷ്ടം സുരൈരേകം ത്രയംബകായ യൂത്സവേ, യുദ്ധത്തിന് പുറപ്പെട്ട് നിൽക്കുന്ന ത്രയംബകന്റെ കയ്യില്, മഹാദേവന്റെ കയ്യില്, മുക്കണ്ണന്റെ കയ്യില് ആ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാര് അതിൽ ഒരു വില്ല് നൽകി. അല്ലയോ രാമ, ത്രിപുരഘ്നം നരശ്രേഷ്ഠ ഭഗ്നം കാകുസ്ത യത്വയ. ത്രിപുരഘ്നം, ത്രിപുരങ്ങളെ സംഹരിച്ചവന്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം യുദ്ധത്തിന് ഇറങ്ങി നിൽക്കുന്ന അവസരത്തില് സാക്ഷാൽ മഹാദേവന്, ത്രിപുര ഹന്താവായിരിക്കുന്ന മഹാദേവന് ദേവന്മാർ നൽകി. അല്ലയോ രാമ, ആ വില്ലാണ് നീ വിദേഹത്ത് വെച്ച് 2ആയിട്ട് ഓടിച്ചത് എന്ന് അറിഞ്ഞുകൊള്ളണം. പിന്നെ ഇപ്പോ ഈ കാണുന്ന വില്ല്, എന്റെ കയ്യിരിക്കുന്ന വില്ല്, ഇതം ദ്വിതീയം ദുർധർഷം വിഷ്ണോർദത്തം സുരോത്തമൈഹി. ഇത് ആ ത്രയംബകത്തിന്റെ കൂടെ അതേ രീതിയിലുള്ള കരുത്തോടു കൂടിയിട്ട് ഉള്ള വില്ലാണ്, അതിന്റെ കൂടെ നിർമ്മിക്കപ്പെട്ട വില്ലാണ്. വിശ്വകർമാവാണ് ഇതിന്റെയും നിർമ്മാതാവ്. അതിനെ ദേവന്മാര് വിഷ്ണുവിന്റെ കരത്തിൽ നൽകി. ഈ വില്ലിനെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. അങ്ങനെയുള്ള വില്ല് വിഷ്ണുവിനേക്ക് ദേവന്മാര് തതിദം വൈഷ്ണവന്നാമധനു പരപുരഞ്ജയം, ശത്രുക്കളുടെ പട്ടണങ്ങളെ മുഴുവൻ തോൽപ്പിക്കുന്ന, തകർത്തെറിയുന്ന, അതിനെ മുഴുവൻ കീഴ്പ്പെടുത്തുന്ന കരുതോടുകൂടിയതാണ് ഈ വില്ല്. അങ്ങനെയുള്ള ഈ വില്ലിനെ വിഷ്ണുവിന്റെ കരങ്ങളിലേക്കാണ് ദേവന്മാർ നൽകിയത്. അതുകൊണ്ട് ഈ വില്ല് വൈഷ്ണവമാണ് എന്ന്
പ്രസിദ്ധമാണ്. അത് ശൈവമായ വില്ല്, ഇത് വൈഷ്ണവമായ വില്ല്. രണ്ടും ഒരുപോലെ തന്നെ കരുത്തുറ്റത്. ആ വില്ലിനെ, വൈഷ്ണവമായ ആ വില്ലിനെ എന്റെ പിതാമഹന് മഹാവിഷ്ണു കൊടുത്തു. അത് അവിടെ നിന്നിട്ട് എന്റെ പിതാവിന്റെ കയ്യിൽ വരുന്നു. ഇതേപോലെ മഹാദേവൻ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ആ ത്രയംബകത്തെ, ശൈവചാപത്തെ, അതിനെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ദേവരാതസ്യ രാജർഷേർ ദദു ഹസ്തേ സസായകം. സാക്ഷാൽ മഹാദേവൻ ജനകന്മാരുടെ വംശത്തില് വളരെ മുമ്പ് ജീവിച്ചിരുന്ന ലോകാരാധ്യനായ ദേവരാതൻ എന്ന രാജാവിന്റെ കരങ്ങളില് അദ്ദേഹത്തിന്റെ നന്മയെ പുരസ്കരിച്ച് ആ വില്ലിനെ, ശൈവമായിരിക്കുന്ന ചാപത്തെ, ദേവന്മാരെ മഹാദേവന് കൊടുത്തതായ ചാപത്തെ സായകത്തോടൊപ്പം, അമ്പിനോടൊപ്പം സാക്ഷാൽ മഹാദേവൻ നൽകി. ആ വില്ലാണ് ജനകൻ തലമുറകളായിട്ട് അവിടെ ആ ജനകപുരിയിൽ വെച്ച് പൂജ ചെയ്തിരുന്നത്. ആ വില്ലിനെയാണ് രാമ നീ അവിടെ വെച്ച് കണ്ടതും എടുത്തതും കുലച്ചതുമെല്ലാം. അതിന്റെ കൂടെയുള്ള വില്ലാണിത്. ഇതം ച വൈഷ്ണവം രാമ ധനു പരപുരഞ്ജയം. ശത്രുക്കളുടെ പട്ടണങ്ങളെല്ലാം തകർക്കുന്നതായ വൈഷ്ണവമായ ശാപമാണ് അല്ലയോ രാമ ഇത്. ഇതിനെ ഋചീകേ ഭാർഗവേ പ്രാദാത് വിഷ്ണു സ ന്യാസമുത്തമം. വിഷ്ണു ആ വില്ലിനെ ന്യാസമായിട്ട്, ഉത്തമമായ ന്യാസമായിട്ട് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന വിലപ്പെട്ടതായ വസ്തുവായിട്ട് ഭാർഗവന്റെ ഗോത്രത്തിൽ പിറന്ന ഋചീകന്റെ കയ്യിൽ നൽകി. ഭൃഗുവിന്റെ സന്താനമായിരിക്കുന്ന ഋചീകന്റെ കയ്യിൽ നൽകി.